നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തന്നെ ആഗസ്റ്റ് 15 സമുചിതമായി ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ശുഭവിശ്വാസത്തോടെ നമുക്ക് ആഗസ്റ്റ് 16-ാം തീയതിയത്തെ ശുഭാശുഭഫലങ്ങൾ ചിന്തിക്കാം. നാളെ 2026 ആഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ചയാകുന്നു രവിവാരം. നാളെ മലയാള കലണ്ടർ പ്രകാരം 1201 കർക്കിടക മാസം 31-ാം തീയതി. കർക്കിടക മാസം 31-ാം തീയതി സംക്രമമാണ്. 17-ാം തീയതി കാലത്താണ് ചിങ്ങ രവി സംക്രമം. സൂര്യോദയം തൃശ്ശൂർ കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:40, രാഹുകാലം വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി ഒരു വളരെ ശുഭമായ തിഥിയല്ല, അത് തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. 3 തിഥികൾ വളരെ ദുർബലമാണ്. ഒന്ന് ചതുർത്ഥി, മറ്റൊന്ന് നവമി 9-ാമത്, മറ്റൊന്ന് ചതുർദശി. ഈ 4, 9, 14 തിഥികൾ വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും എന്താണ് തിഥിയാണെന്നറിയുക, ഒഴിഞ്ഞ തിഥിയാണ്. ജ്യോതിഷത്തിൽ തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. നാളത്തെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ നല്ല അത്തം നക്ഷത്രമാണ്. അത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രം, അത്തം, ചിത്ര. ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. അതിൽ അത്തം ഒരു ശുഭനക്ഷത്രമാണ്. പ്രത്യേകിച്ച് വെളുത്തപക്ഷത്തിൽ അത്തം വളരെ നല്ലതുമാണ്. പക്ഷേ നാളത്തെ ഈ ദുർബലമായ തിഥി അപ്രകാരം നാളെ 5 മണിവരെ ദുർബലമായ തിഥി, അപ്രകാരം ദുർബലമായ കരണവുമാണ്, വിഷ്ടികരണമാണ്. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം അധികച്ചതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ നാശമുണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. അതിനാൽ വളരെ ശ്രദ്ധിച്ച് വേണം നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ സാമ്പത്തികമായ വിഷയത്തിലൊക്കെ സജീവമായിട്ട് ഇറങ്ങാൻ എന്ന് പ്രത്യേകം പറയട്ടെ. അത്തം നക്ഷത്രമാകയാൽ ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ചയാണ്. അതിനാൽ ശിവപാർവതി ക്ഷേത്രത്തിൽ, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദമ്പതികളുടെ ദീർഘ മംഗല്യത്തിനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ചെയ്യുക. വിവാഹിതരാകാൻ പോകുന്ന വരന്മാർക്ക് നാളെ എന്ത് ചെയ്യാം? ഈ അത്ത നക്ഷത്രത്തിൽ അവിടെ സ്വയംവര പുഷ്പാഞ്ജലി ശിവപാർവതി ക്ഷേത്രത്തിൽ ചെയ്യാം. മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും നാളത്തെ ദിനത്തിനില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ശുഭകാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ 11:45 മുതൽ 12:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണെന്ന് അറിയുക. ഏതായാലും നാളെ കഴിഞ്ഞാൽ ഒരു പുത്തൻ മാസത്തിൻ്റെ ആരംഭമാണ്. ഏറ്റവും നല്ല പൊന്നിൻ ചിങ്ങമാസം വരികയാണ്. വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. നന്ദി, നമസ്തേ.